കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടോ മൂന്നോ ആനകളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ ആനപ്പന്തി ആനക്കോട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 30 ആനയെങ്കിലും നമുക്ക് അവിടെ കാണാൻ കഴിയും. കാരണം അതിൽ നമുക്ക് 10-15 ആനകളുടെ അടുത്തേക്ക് മാത്രമേ പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. കാരണം മറ്റ് ആനകൾക്കൊക്കെ ഈ മതപ്പാടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ അടുത്തേക്ക് അങ്ങനെ ജനങ്ങളെ എത്തിക്കില്ല. കാരണം മറ്റ് ആനകളൊക്കെ നമുക്ക് കാണാം, അവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ ആനപ്രേമികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ആനക്കോട്ട വന്ന് കാണണം. കാരണം അത്രയ്ക്കും നമുക്ക് ആനകളുമുണ്ട്, അത്രയ്ക്കും മനോഹരമാണ് ഈ ആനകളുടെ ഓരോ കാര്യങ്ങൾ. കാരണം ആന നടന്നു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും നമ്മളെ തൊട്ടടുത്ത് കൂടെ പോകുന്നതൊക്കെ നമ്മൾ ചിലപ്പം അത്രയ്ക്കും ഇതിലായിട്ടില്ല. പക്ഷേ അത്രയും മനോഹരമാണ് ഇവിടെ വന്ന് ആനകളെ കണ്ടു പോകുമ്പോൾ. കാരണം ഓരോ ആനകളും ഓരോ പ്രകൃതക്കാരാണ്. ചില ആനകൾ നമുക്ക് എക്സ്പോസ് ചെയ്ത് തരും, മറ്റ് ആനകൾ നമുക്ക് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ആനകൾ